നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തിരുമേനി, ഇത്രയും നേരം ഇവിടെ നീണ്ടു നിൽക്കുന്ന വാദപ്രതിവാദങ്ങളായിരുന്നു. സർവൈശ്വര്യ പൂജ ചെയ്യാൻ രാധിക എന്ന പെൺകുട്ടിയെ നിയോഗിച്ചതിനോട് കമ്മിറ്റിയിൽ ഒരാൾക്ക് പോലും യോജിപ്പില്ല. എന്നാൽ നാളിതുവരെയും ഭഗവത് സേവയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത തിരുമേനിയെ തള്ളിക്കളയാനും കമ്മിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ സംഭവിച്ച തെറ്റുകൾ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ക്ഷേത്രവിശ്വാസികളായ ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങേക്ക് ഒരു അവസരം തരികയാണ്. അങ്ങേക്ക് തുടരാം. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനോ ദക്ഷിണ സ്വീകരിക്കുന്നതിനോ അങ്ങേക്ക് തുടർന്ന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാം ഭഗവാന്റെ കടാക്ഷ. എന്നെ വിശ്വസിച്ചതിലും കൂടെ നിന്നതിലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ. വിലക്കേണ്ടതൊക്കെ വിലക്കണം. അവളെ പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാതെ വീണ്ടും മേയാൻ വിടുകയല്ല വേണ്ടത്. മക്കളെവിടെ? പ്രിയങ്ക മ്യൂസിക് പഠിക്കാൻ പോയി കാണും. രാധികയെ കുറെ നേരമായിട്ട് കാണുന്നില്ല. എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നുണ്ടാവും എന്റെ കുട്ടി. ഞാനൊന്ന് പോയി നോക്കട്ടെ. അച്ഛാ, മോളെ മോളെ, എന്താ മോളെ, എന്താ പറ്റിയത്? എന്താ കാണിച്ചെന്നറിയോ അച്ഛന്? അമ്പാടിമല ചവിട്ടി കയറി അവിടെ വിളക്ക് തെളിയിക്കാൻ പോയിരുന്നു. നേരോ? എന്തൊക്കെയായി കേക്കുന്നത്? അതും ജലപാനം ചെയ്യാതെ. എന്താ മോളെ നീ കാണിച്ചത്? ചെയ്ത പാപത്തിന്റെ കാഠിന്യം അത്രയ്ക്കുണ്ടല്ലോ. പക്ഷെ വ്രതമെടുത്ത് മല ചവിട്ടിയത് കൊണ്ട് മാത്രം എല്ലാം തീർന്നു എന്ന് കരുതണ്ട. അമ്മൊന്നും ഉണ്ടായിരുന്നേ. സ്വന്തം നേട്ടത്തിന് വേണ്ടി ആവില്ല എന്റെ കുട്ടി മല ചവിട്ടിയത്. ഈ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? എന്തിനാ കുട്ടി ഇത്രയും വേദനിക്കുന്നത്? എന്തിനാ ആരും കാണിക്കാത്ത സാഹസം കാണിച്ചത്? അച്ഛന് വേണ്ടി ഞാൻ എന്തേലും ചെയ്യണ്ടേ? എന്റെ കടം അങ്ങനെങ്കിലും തീർക്കണ്ടേ എനിക്ക്? യശോദേ, കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ വിളമ്പി കൊടുക്ക്. എന്റെ മോള് ഭക്ഷണം കഴിക്കട്ടെ ആദ്യം. വാ മോളെ. അച്ഛാ, കമ്മിറ്റിയുടെ തീരുമാനം എന്തായി? ഒരു തീരുമാനത്തിനും അച്ഛനെ തോൽപ്പിക്കാനാവില്ല. കാരണം എന്താണെന്നറിയോ? അച്ഛന് ത്യാഗം കൊണ്ട് ആരെയും തോൽപ്പിക്കുന്ന ഒരു മകളുണ്ട്. ഭഗവാൻ അച്ഛനെ കൈവിടില്ല മോളെ. നീ ചെയ്ത പ്രവർത്തിക്കുള്ള കൂലി അച്ഛന് കിട്ടി. അച്ഛനോട് അവർ തുറന്നോളം പറഞ്ഞു. എന്റെ കൃഷ്ണ, ജന്മത്തിന്റെ കണക്ക് ആര് പറഞ്ഞാലും നീ അച്ഛന്റെ പൊന്നുമോളാ. കേട്ടല്ലോ? അച്ഛാ, ഇടയ്ക്കൊന്ന് കൈവിട്ടെങ്കിലും എന്നെ ചേർത്ത് പിടിച്ചു അല്ലേ? പക്ഷെ എനിക്കറിയാട്ടോ, തളർത്തിയതൊക്കെ കൂടുതൽ കൂടുതൽ കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്റെ മനസ്സിന് എന്ത് കരുത്താന്നറിയൂ? അച്ഛൻ പറഞ്ഞത് കേട്ടോ? ലോകം മുഴുവൻ തള്ളി പറഞ്ഞാലും ഞാൻ അച്ഛന്റെ മോളാണ്. എനിക്കത് മതി. എനിക്ക് എങ്ങോ അത് തന്നാ മതി കൃഷ്ണ. നീ പറഞ്ഞതുപോലെ നിനക്ക് പിടിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനെ ഒട്ടും വൈകാതെ നീ തന്നെ കണ്ടുപിടിക്കണം. എന്നാ പിന്നെ വൈകണ്ട, തിരക്കി തുടങ്ങിക്കോ. ഓ എന്റെ പൊന്നു മുത്തശ്ശി, ഇതായിരിക്കണം മുത്തശ്ശി എന്ന് പറഞ്ഞ. അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ടെൻഷൻ മൊത്തത്തിലങ്ങ് പോയി. ഇനി ഞാൻ ഇറങ്ങി ഒന്ന് തപ്പിയിട്ട് വരാം.
ആ, മുത്തശ്ശി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. പ്രിയേ, പ്രിയേ, എന്താ? നിനക്ക് ചായ വേണ്ടേ? എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട, ചേച്ചി പോയെ. നിനക്കുള്ള ഭക്ഷണം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പോവാ. ചേച്ചി പോയിക്കോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. പ്രിയേ, പ്രിയേ, എന്താ? ആരാകത്ത്? അത് ആര്? നീ തുറക്ക. മാറി മാറി നിക്കാൻ. ചേച്ചി പ്രിയ വിട്, വിട്. പ്രിയ കട്ടിലിനടിയിലാരാ? വെറുതെ എന്നെ സംശയിച്ചിട്ടുണ്ടല്ലോ. പോവാൻ പറഞ്ഞ അത് കേട്ടാ മതി. അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നില്ല. ആരുടെ ഇത്? ഇറങ്ങി വരാൻ പറയേ. ചേച്ചി ഇതിനൊക്കെ നിനക്ക് എവിടുന്ന പെണ്ണ ധൈര്യം കിട്ടിയത്? ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആദ്യം ഇവനോട് പുറത്തിറങ്ങാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും. അയ്യോ ചേച്ചി, ഇതാരാന്ന് വെച്ചിട്ടാ? ശരത്ത് വഴിയാ ഞാൻ ഓഡിഷന് പോകുന്നതും സിനിമയിൽ ട്രൈ ചെയ്യുന്നതും ഒക്കെ. അതിന് അച്ഛനും അമ്മയും മുത്തശ്ശിക്കുള്ള ഈ വീട്ടില്, അത് നിന്റെ മുറിയില്. ഞങ്ങള് ചുമ്മാ ഇവിടെ നിന്ന് സംസാരിക്കായിരുന്നു. ചേച്ചി വന്നപ്പോ പേടിച്ചിട്ടാ ഞാൻ ശരത്തിനോട് കട്ടിലിനടിയിൽ ഒളിക്കാൻ പറഞ്ഞേ. ഇറങ്ങി പോവിളിയില് പോവാൻ. ചേച്ചി സുന്ദരിയാണെന്ന് പ്രിയങ്ക പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും സുന്ദരിയായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മൾ തമ്മിൽ ആദ്യം കാണുന്നല്ലേ. എനിക്ക് ആ ചായ എടുത്ത് തന്നിരുന്നെങ്കിൽ കുടിക്കായിരുന്നു. പ്ലീസ്, ഈ ചായ തന്നാ ഞാനങ്ങ് പോയിക്കാം. എന്താ അവിടെ? അത് എന്റെ പൗഡർ ടിന്ന് വീണതാ മുത്തശ്ശി. പ്രിയ ഇവനോട് ഇറങ്ങി പോവാൻ പറ. ശരത്തെ നീ വെളിയിൽ വെയിറ്റ്, ഞാൻ വന്നോളാം. പോ. ഇന്ന് ചായ മിസ്സായി, നമുക്ക് പിന്നെ കുടിക്കാം. ഒന്ന് പെട്ടെന്ന് പോ. ചേച്ചി ഇങ്ങനൊരു വഷളിനെയാണോ നീ ചങ്ങാതിയായിട്ട് കൊണ്ടു നടക്കുന്നത്? പിന്നെ ഞാനിപ്പോ എന്ത് വേണം? ശരത്തിനെ കണ്ട മിണ്ടാതിരിക്കണോ? ആ, അതോടെ എന്റെ ഭാവി തീർന്നു കിട്ടുമല്ലോ. അല്ലെങ്കിലും ഞാൻ നല്ല നിലയിലാവുന്നതില് അത്രയ്ക്കൊന്നും താല്പര്യം കാണില്ല ചേച്ചിക്ക്. നീ എന്താ അങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? അസൂയ ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ഒരുപാട് ഉപദേശിക്കാനൊന്നും വരണ്ട. അതിന് അർഹതയുള്ളവര് അത് ചെയ്തോളും. ചേച്ചി പോവാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.